ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്നും വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. വിശ്വാസമുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. സത്യത്തിൽ നമുക്ക് ഒരു പൈസ മുടക്കുമില്ലാത്ത കാര്യമാണ് വിശ്വസിക്കുക എന്നുള്ള കാര്യം. വെറുതെ കണ്ണടച്ച് വിശ്വസിച്ചാൽ മതി. പക്ഷെ ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു സാഹചര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. മനുഷ്യന്റെ എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ പ്രതീക്ഷകളും അടയുമ്പോഴാണ് അവൻ ദൈവമുഖത്തേക്ക് നോക്കുന്നത്. കർത്താവിന്റെ നാമത്തിൽ ഒട്ടും സംശയിക്കാതെ എന്തു ചോദിച്ചാലും കർത്താവ് ഉത്തരം നൽകുമെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എത്രത്തോളം നമുക്ക് വിശ്വാസമുണ്ടോ അതിനനുസരിച്ചാണ് ദൈവം ഉത്തരം നൽകുക. ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, സംശയത്തോടെ അല്ലെങ്കിൽ പൂർണ്ണ വിശ്വാസമില്ലാതെ നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യന് കർത്താവിൽ നിന്നും യാതൊന്നും ലഭിക്കുകയില്ല എന്നാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. ഏതൊരു വിഷയത്തിലായിക്കോട്ടെ, സംശയബുദ്ധിയോടുകൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു സ്ഥലത്തും എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയുള്ള മനുഷ്യൻ ഇരുമനസ്സുള്ള ഹൃദയമാണെന്നാണ്. ഇരുമനസ്സുള്ള മനുഷ്യൻ എല്ലാ വഴികളിലും അസ്ഥിരനായിരിക്കണം. അവനൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. ഉറപ്പുള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടായേ പറ്റൂ. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മുടെ മനസ്സിന് ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൻ്റെ ജീവിതം തന്നെ ഒരു വൻ പരാജയമായി തീരും. കടൽ തിരമാലയ്ക്ക് തുല്യനാണ് അങ്ങനെയുള്ള മനുഷ്യൻ. അതായത് കടൽ തിരമാല ഒരു സമയത്തും നിലയ്ക്കുന്നില്ല, ഒരു സ്ഥലത്തും ഉറയ്ക്കുന്നില്ല, അതിങ്ങനെ എപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ചില മനുഷ്യരെന്നാണ്. ഒരു സ്ഥലത്തും അവർ ഉറയ്ക്കുന്നില്ല, ഉറച്ച തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല.